ഹലോ, ഞാനിപ്പോൾ നാട്ടിലാണ് ഉള്ളത് കേട്ടോ. വീട്ടിലെത്തിയാൽ പിന്നെ ഞാൻ മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യം രാവിലെ എണീറ്റ് എൻ്റെയും പിള്ളേരുടെയും അമ്മയുടെയൊക്കെ തുണി അഴിയിടുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ ചെയ്തോളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് കരുതിയാണ് ഇത് ചെയ്യുന്നത്. ആ പരിപാടി കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ദേ മുറ്റത്ത് നിൽക്കുന്ന വാഴ ഒടിഞ്ഞു കിടക്കുന്നത്. അപ്പം മീക്കൊരാഗ്രഹം കൊല വെട്ടണമെന്ന്. ഞാൻ ഈ ഒരു പാചകം കുറേ പ്രാവശ്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ആഗ്രഹമില്ല. പിന്നെ പുള്ളിക്കാരി ചെയ്യാൻ തുടങ്ങിയപ്പോൾ പരാതി, പിച്ചാത്തി കയറുന്നില്ല, പറ്റുന്നില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ശരിയാണ് സംഭവം. ചെറിയൊരു പിച്ചാത്തിയാണ് ഞാൻ എടുത്ത് കൊടുത്തേക്കുന്നത്. കത്തി എന്നൊക്കെ പറയും. ഇതാണ് അഖിൽ. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞ് നീ ഇങ്ങനെ വെട്ടിയാൽ ആ വാഴക്കൊലയ്ക്ക് നോക്കും, ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞ് അവൻ എന്തായാലും പെട്ടെന്ന് സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പറയാൻ മറന്നുപോയി, എൻ്റെ ശബ്ദത്തിനൊരു പ്രത്യേകതയില്ല. എനിക്ക് നല്ല പനി പിടിച്ചിരിക്കുക. എന്നാലും കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുറ്റത്തൊരു മയിൽ വന്നത്. ഇന്നല്ല കേട്ടോ, കുറച്ച് ദിവസമായി ഇതിവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര ഇണക്കമായിട്ട് നമ്മുടെ മുറ്റത്തും വീടിനകത്തും ഒക്കെ കയറി വരാറുണ്ട്. അരിയും ഗോതമ്പും ഒക്കെയാണ് ഇതിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. ഇന്നത്തെ മെയിൻ പരിപാടി ഞാൻ പറഞ്ഞില്ല. ഇന്ന് എലനോറിൻ്റെ ബർത്ത്ഡേ. എലനോർ എന്ന് പറയുന്നത് നമ്മുടെ അഖിലിൻ്റെ മോളുടെ, നമ്മുടെ അശ്വതി ഉത്സവമൊക്കെ കാണിച്ചപ്പോൾ ആ വീഡിയോയിൽ കുഞ്ഞിനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആൾക്ക് 2 വയസ്സ് തികയാണ്. ഫസ്റ്റ് ബർത്ത്ഡേ UK-യിലായിരുന്നു. അതുപോലെ കുഞ്ഞ് ജനിച്ചിട്ട് കുഞ്ഞിൻ്റെ ഫങ്ഷൻസ് ഒന്നും തന്നെ നാട്ടിൽ നടത്തിയിട്ടില്ല. അങ്ങനെ ആളെ റെഡിയാക്കാൻ നോക്കുക. പക്ഷെ നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കൊണ്ട് ചെറിയ മൂശാട്ടം പിടിച്ചിരിക്കുക. ഞങ്ങളുടെ എറണാകുളത്തേക്കുള്ള തിരിച്ചു വരവ് ഇത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണം ഈ കുഞ്ഞുമാവയുടെ ബർത്ത്ഡേ ആയിട്ടോ. എന്തായാലും ഇത്ര ദിവസം നിന്നില്ലേ, ഇതും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ഞാനും അഖിലുമൊക്കെ കുഞ്ഞിലെ തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ്. അന്നൊക്കെ ഭയങ്കര അടിയാണേലും ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ വഴക്കിടാത്ത ദിവസങ്ങളില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ ബാലരമ, ബാലഭൂമി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് വഴക്കിടുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ലെന്ന് വെച്ചാ. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പം ഭയങ്കര ബഹളമാണ് കേട്ടോ. ഒന്നും കാണത്തില്ല, പക്ഷെ ഒച്ച വെച്ചങ്ങ് സംസാരിക്കുക. അതെന്താണെന്നറിയത്തില്ല, നാട്ടുമ്പുറത്തിൻ്റെ പ്രത്യേകതയായിരിക്കും അല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു സിറ്റിയിലേക്കൊക്കെ വന്നാൽ എല്ലാവരും ഭയങ്കര സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇവിടെ കേക്ക് കട്ടിങ് നടക്കുകയാണ്. ആളൊട്ട് ഹാപ്പിയല്ല, കാരണം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ തന്നെ ആണെന്ന് തോന്നും. ആൾ നല്ല മൂഡല്ല. നല്ല മൂഡാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ ബഹളത്തിൻ്റെ കാര്യം, ഇപ്പം കേട്ടല്ലോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. പനിയൊന്നും മാറിക്കോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.